ഒരു വിദേശ രാജ്യത്ത് പോയി അവിടെയുള്ളവരോട് ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും ആദ്യം ഓർമ്മ വരുന്നത് താജ്മഹലിനെ കുറിച്ചായിരിക്കും. സിംബൽ ഓഫ് ലവ്. ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ താജ്മഹലിനെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത കുറച്ച് സീക്രട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷാജഹാനും മുംതാസിനും മൊത്തം 14 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 14ാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അവർ മധ്യപ്രദേശിലെ ബുർഹാൻപൂർ എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതെന്തെന്നാൽ ആ സമയത്ത് ഷാജഹാൻ മറ്റൊരു നാട്ടിലെ രാജാവുമായി യുദ്ധത്തിലായിരുന്നു. യുദ്ധമെന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങി രാത്രി അവസാനിക്കുന്ന യുദ്ധമല്ല, മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ അത് നീണ്ടു നിൽക്കും. സോ ആ ഒരു സിറ്റുവേഷനിലാണ് മുംതാസ് പ്രഗ്നന്റ് ആയത്. ആ ഒരു സമയത്ത് മുംതാസിന്റെ ആഗ്രഹം ഷാജഹാന്റെ ഒപ്പം ഉണ്ടാവുക എന്നായിരുന്നു. എന്നാൽ ആ ഒരു പ്രസവത്തോടെ മുംതാസ് മരണപ്പെട്ടു. അതിനുശേഷം മാസങ്ങളോളം ഷാജഹാൻ ഡിപ്രഷനിലായിരുന്നു. മുംതാസിന്റെ മരണശേഷം ബുർഹാൻപൂരിലെ ഒരു കോട്ടയിലാണ് മുംതാസിനെ ആദ്യം മറവ് ചെയ്തത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഷാജഹാൻ ഒരു തീരുമാനമെടുത്തു. താൻ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ ഭാര്യയെ ഒരു സാധാരണ ഗ്രാമത്തിൽ മറവ് ചെയ്യാൻ ഷാജഹാന് താല്പര്യമുണ്ടായിരുന്നില്ല. മുംതാസിനെ മറവ് ചെയ്യേണ്ടത് ഡൽഹിയിലാണെന്ന് തീരുമാനിച്ച ശേഷം ഷാജഹാൻ തന്റെ മകനോട് മുംതാസിന്റെ ശരീരം ഡൽഹിയിലെത്തിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിക്കാത്തതിനാൽ ഷാജഹാന് ഡൽഹിയിലേക്ക് പോകാൻ സാധിച്ചില്ല. യുദ്ധം ജയിച്ച് ഡൽഹിയിലെത്തിയ ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ താജ്മഹലിന്റെ പണികളും ആരംഭിച്ചു. ഇതിൽ ആശ്ചര്യമെന്തെന്നാൽ താജ്മഹലിന്റെ മൊത്തം പണികൾ തീർക്കാനായി വേണ്ടി വന്നത് 22 വർഷങ്ങളാണ്. സോ അങ്ങനെ താജ്മഹലിന്റെ എല്ലാ വർക്കുകളും ചെയ്തു തീർക്കാനായി വേണ്ടി വന്നത് 22,000 ജോലിക്കാരാണ്. കൂടാതെ 1000 ആനകളും താജ്മഹലിന്റെ കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്തിരുന്നു. സോ ഫൈനലി ഡൽഹിയിൽ തന്നെ മറ്റൊരിടത്ത് മറവ് ചെയ്തിരുന്ന മുംതാസിന്റെ ശരീരം പുറത്തെടുത്ത് താൻ 22 വർഷങ്ങൾ കൊണ്ട് പണിത് തീർത്ത താജ്മഹലിന്റെ കൃത്യം നടുവിലായി ഷാജഹാൻ മുംതാസിനെ മറവ് ചെയ്തു.